തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും 30,000 പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മിസൈൽ അയച്ചു കൊന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആണ് പറയുന്നത് ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തിന് ജനങ്ങളുടെ ജനാധിപത്യ പ്രക്ഷോഭത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഇറാഖിലാവട്ടെ, അഫ്ഗാനിസ്ഥാനിലാവട്ടെ, അങ്ങനെ പല രാജ്യങ്ങളിലായി നടന്ന കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകി അമേരിക്കൻ ഭരണകൂടം. ഇനി അമേരിക്ക രാഷ്ട്രീയമായി അല്ലെങ്കിൽ സൈനികമായി ഇറാനിൽ ഇടപെട്ടാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തെരുവിലായി. ഭരണകൂടം ആ പ്രക്ഷോഭത്തെ നിർദാക്ഷിണ്യം അടിച്ചമർത്തി. ഏറ്റവും ഒടുവിൽ 2000-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. എന്താണ് ഇറാൻ ജനതയെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ? ആരൊക്കെയാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ നിന്ന് ചരട് വലിച്ച ആളുകൾ? എന്തൊക്കെയായിരിക്കും ഒരു അന്തർദേശീയ ഇടപെടൽ ഇറാനിൽ നടന്നാൽ പശ്ചിമേഷ്യയിലും ഇറാനിലും ഉണ്ടാകാവുന്ന അതിന്റെ പ്രതിഫലനങ്ങൾ? അന്തർദേശീയ രംഗത്ത് അതെങ്ങനെ സ്വാധീനം ചെലുത്തും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥയാണ്. ഇറാൻ ജനത 1979 മുതൽ അന്തർദേശീയ ഉപരോധം നേരിടുന്ന ഒരു ജനതയാണ് രാജ്യം. അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഈ ഉപരോധം കാരണം തടസ്സപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ $1 42,000 ഇറാൻ റിയാൽ നൽകേണ്ട അവസ്ഥയിലേക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥ അധപ്പതിച്ചു. സ്വാഭാവികമായും ഇന്ധന വിലയും അവശ്യ സാധനങ്ങളുടെ വിലയും കുത്തനെ ഉയർന്നു. ഇതെല്ലാം ഇറാൻ ജനതയ്ക്ക് വലിയ തോതിലുള്ള രോഷം അവരുടെ ഭരണകൂടത്തിനോട് ഉണ്ടാക്കിയെന്നത് സ്വാഭാവികമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധവും സമരവും. അത് പ്രധാനമായും പൗരാവകാശങ്ങൾക്കും കൂടുതൽ മെച്ചപ്പെട്ട രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനും വേണ്ടിയുള്ളതാണ്. അത് ദീർഘകാലമായി ഇറാനിൽ നടക്കുന്നുണ്ട്. അവർക്ക് അന്തർദേശീയ രംഗത്തെ ചില പ്രധാന ഇറാൻ വിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ട്. നേരത്തെ 2009-ലും 2019-ലും 2022-ലും സമാനമായ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ നടന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ പക്ഷേ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ ഇറാൻ ഭരണകൂടം ആ പ്രക്ഷോഭങ്ങളെ അതിവിദഗ്ധമായി നേരിട്ടു എന്ന് തന്നെ പറയാം. ഇറാൻ ഭരണകൂടത്തിന് ഒരു തരത്തിലുള്ള അലോസരവും ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയില്ല, അതിന് തുടർച്ചയുണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കാം സമാനമായ രീതിയിൽ തന്നെ ഈ പ്രക്ഷോഭത്തെയും ഇറാൻ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനിലെ ഈ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ന്യായമാണ്, ജനാധിപത്യപരമാണ് എങ്കിലും അതിന് പിന്നിലുള്ള അന്തർദേശീയ ചരടുവരികൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണ ഈ പ്രക്ഷോഭങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ പ്രക്ഷോഭങ്ങൾ പരാജയപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനിലെ ജനത ഒരു തരത്തിലും അമേരിക്കയെയോ ഇസ്രായേലിന്റെയോ അന്തർദേശീയ വൈദേശിക താല്പര്യങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഈ ജനകീയ പിന്തുണ തന്നെയാണ് ഇറാൻ ഭരണകൂടത്തിനുള്ള വലിയ പിന്തുണയായി അവിടെ മാറുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആസൂത്രണം ചെയ്യുന്ന പ്രക്ഷോഭങ്ങളാവട്ടെ, സ്വാഭാവികമായി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ന്യായമായ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളാവട്ടെ, ഇതെല്ലാം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടലിലൂടെ ഒരുപക്ഷെ നിഷ്ഫലമാകുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു പ്രധാന പ്രശ്നം, ഈ വിപ്ലവം വിജയിച്ചാൽ അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ ഇറാനിൽ അധികാരത്തിലെത്തുമെന്നില്ല. പ്രധാനമായും ഈ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളുടെ നായക സ്ഥാനത്ത് നമ്മൾ കാണുന്നത്, അന്തർദേശീയ മീഡിയ ഒലിപ്പിച്ച് കാണിക്കുന്നത്, നേരത്തെ 1979-ൽ ഇറാൻ ജനത ഇറാനിൽ നിന്ന് പുറന്തള്ളിയ ഷാ ഭരണകൂടത്തിന്റെ പിൻഗാമികളെയാണ്. റിസാ ഷാ പഹ്ലവിയെ, അദ്ദേഹം അമേരിക്കയിലാണ്, 40 വർഷമായി അമേരിക്കയിൽ ജീവിക്കുന്ന റിസാ ഷാ പഹ്ലവിയെയാണ് ഈ നേതൃത്വം, ഈ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന്റെ മുഖമായി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം ഇറാനിലെ നിലവിലെ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ രാജഭരണം കൊണ്ടുവരണമെന്ന് വാദിക്കുന്നതാണ്. ഒരുപക്ഷെ ഇറാനിലെ ജനത ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. റിസാ ഷാ പഹ്ലവിയെ പോലെ ഇറാനിലെ ജനങ്ങളുമായി ഒരു ജൈവിക ബന്ധവും ഇല്ലാത്ത, 40 വർഷമായി വിദേശത്ത് കഴിയുന്ന, അമേരിക്കയിൽ കഴിയുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ഇറാനിലെ അമേരിക്കൻ പാവ ഭരണകൂടത്തിന്റെ തലവന്റെ മകൻ അവിടെ വീണ്ടും അധികാരത്തിൽ വരുന്നു, അല്ലെങ്കിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളത് ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു റിപ്പബ്ലിക്കാണ് ഇറാൻ. അവിടെ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമെങ്കിലും ജനങ്ങൾക്കുണ്ട്. ആ അധികാരം കൂടി ഇല്ലാതാവുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഒരിക്കലും ഇറാൻ ജനത അംഗീകരിക്കാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആർച്ച് റൈവൽസ് ആണ്. ഒരു തരത്തിലും ഇറാൻ ജനത ഈ രണ്ട് രാജ്യങ്ങളുമായി അവരുടെ ഒരു താല്പര്യങ്ങളുമായി കോംപ്രമൈസ് ചെയ്യാൻ
പോകുന്നില്ല. അതിലൊരു ഷിയ പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ രാജ്യത്തിന് അവിടെ ഷിയൈറ്റ് ലീഡേഴ്സാണ് അവരുടെ ഭരണത്തിന്റെ തലപ്പത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ഇറാന് നിരന്തരമായി ദ്രോഹിക്കുന്ന രാജ്യങ്ങളാണ് ഇത് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് പകൽ പോലെ അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരെയും അവിടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾക്കെതിരെയും അമേരിക്കയും ഇറാനും നടത്തിയ ആക്രമണങ്ങൾ അവരുടെ മുമ്പിലുള്ളതാണ്. ഇതെല്ലാം മുമ്പിൽ വയ്ക്കുകയെ തങ്ങളുടെ ശത്രു രാജ്യത്തിന്റെ പിന്തുണയിലുള്ള ഒരു ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. മറ്റൊന്ന്, ഈ പ്രക്ഷോഭത്തിന്റെ നേതൃത്വത്തിലുള്ളത് MEK എന്ന മറിയം റജാവിയുടെ സംഘടനയാണ്. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് വിദേശ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അത് പ്രധാനമായും വിദേശ രാജ്യങ്ങളുടെ താല്പര്യത്തെയാണ് സഹായിക്കുന്നത്. മാത്രമല്ല ഇതിനു മുമ്പും 1980 ഇറാൻ ആക്രമിച്ച ആ ഘട്ടത്തിൽ പോലും ഇറാഖിനോടൊപ്പം നിന്ന് സ്വന്തം രാജ്യത്തിനെതിരെ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന നിലപാടെടുത്തവരാണ് എന്ന ആരോപണം നേരിടുന്ന ഒരു സംഘടനയാണ്. സ്വാഭാവികമായും ഇറാൻ ജനതയിൽ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രക്ഷോഭത്തിന് ഒരു കൂട്ടായ നേതൃത്വമില്ല. അന്തർദേശീയ ഇടപെടൽ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടലാണ്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. മാത്രമല്ല ഇപ്പോഴുള്ള ഈ പേരിനെങ്കിലും ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു റിപ്പബ്ലിക്കൻ ഭരണകൂടം തകർത്ത് വീണ്ടും രാജവാഴ്ചയെ അവരോധിക്കാനുള്ള ശ്രമം ആ ജനത അംഗീകരിക്കില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ആയുസ് വളരെ കുറവാകും. അത് സ്വാഭാവികമായും മുൻകാലങ്ങളിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ പോലെ തന്നെ ദുർബലമായി പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ജനാധിപത്യവൽക്കരണ വാദങ്ങളാണ്. അതാണ് ഏറ്റവും രസകരം. ഇറാൻ ജനതയുടെ ജനാധിപത്യാഭിലാഷങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഏതാണ്ട് 70,000-ഓളം മനുഷ്യരെ പച്ചയ്ക്ക് കൊന്ന, നിഷ്ഠൂരമായി കൊന്ന, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും 30,000 പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മിസൈൽ അയച്ചു കൊന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആണ് പറയുന്നത് ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തിന്, ജനങ്ങളുടെ ജനാധിപത്യ പ്രക്ഷോഭത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന്. മറ്റൊന്ന്, ആ ഗസ കൂട്ടക്കുരുതിക്ക് ലോകത്ത് പല രാജ്യങ്ങളിലായി നടക്കുന്ന നിസ്സഹായരായ സ്ത്രീകളുടെയും മനുഷ്യരുടെയും കൂട്ടക്കുരുതി, ഇറാഖിലാവട്ടെ അഫ്ഗാനിസ്ഥാനിലാവട്ടെ അങ്ങനെ പല രാജ്യങ്ങളിലായി നടന്ന കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയ അമേരിക്കൻ ഭരണകൂടമാണ്. ഈ രണ്ട് ഭരണകൂടങ്ങളുടെയും ജനാധിപത്യത്തെക്കുറിച്ചുള്ള വാചാലത ഇറാൻ ജനത എത്രത്തോളം പരിഹാസ്യത്തോടെയാണ് കാണുക എന്നുള്ളത് അതിന് പുറത്തു നിൽക്കുന്ന നമുക്ക് കൂടി ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഒരു ലെജിറ്റിമസി ഈ പ്രക്ഷോഭത്തിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണയോടുകൂടി നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അമേരിക്ക രാഷ്ട്രീയമായി അല്ലെങ്കിൽ സൈനികമായി ഇറാനിൽ ഇടപെട്ടാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥ എന്ന് പറയുന്നത് അമേരിക്ക എവിടെയൊക്കെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ അതേ രാജ്യങ്ങളുടെ അവസ്ഥയിലേക്ക് ഇറാൻ കൂടി, ഒരു രാജ്യം കൂടി ആ കയോസിലേക്ക് അകപ്പെടുമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടു. എന്താണ് അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ? ആ രാജ്യം ഛിന്ന ഭിന്നമായി, അവിടെയുള്ള ഭരണ സംവിധാനങ്ങളും നിയമവാഴ്ചയും പൂർണ്ണമായും തകർന്നു. വലിയൊരു കയോസിലേക്ക് ആ രാജ്യം പോയി. ഇറാഖ് സദ്ദാം ഹുസൈന്റെ കാലത്ത് സദ്ദാം ഹുസൈന്റെ അടിച്ചമർത്തൽ നടപടികൾ ഉണ്ടായിരിക്കെ തന്നെ പശ്ചിമേഷ്യയിൽ ഏറ്റവും വികസന സൂചികയിൽ മുന്നിൽ നിന്നിരുന്ന ഏറ്റവും അതിശക്തമായ സമ്പദ് വ്യവസ്ഥയായിരുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി. അവിടെ ഒരു ഭരണകൂടത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കീഴിലേക്ക് ഇറാഖിനെ കൊണ്ടുചെന്നെത്തിച്ചു. ഇനി സിറിയ നിങ്ങൾ നോക്കൂ, ബഷർ അൽ അസാദിനെ, ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയുണ്ടായിരുന്ന ബഷർ അൽ അസാദിനെ അവിടെ നിന്ന് അധികാരഭ്രഷ്ടനാക്കി. പകരം നേരത്തെ തന്നെ അൽഖ്വയ്ദ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് അമേരിക്ക തന്നെ ആരോപിച്ച് ഒരാളെ പിടിച്ച് അവിടെ ഭരണകൂടത്തിന് തലവനാക്കി. അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് അയവില്ലാതെ നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറാനിൽ പേരിനെങ്കിലും സ്വാധീനമുള്ള ഈ ഭരണകൂടത്തെ കൂടി പുറത്താക്കി അവിടെ ഒരു അമേരിക്കൻ പാശ്ചാത്യ ഇസ്രായേൽ താല്പര്യമുള്ള ഒരു പാവ സർക്കാരിനെ സ്ഥാപിച്ചാൽ മറ്റൊരു രാജ്യം കൂടി പശ്ചിമേഷ്യയിൽ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതായിരിക്കും അതിന്റെ ആത്യന്തിക ഫലം. അത് മാത്രമായിരിക്കില്ല, ഇറാൻ ആക്രമിച്ചാൽ തീർച്ചയായും അമേരിക്കയുടെ കങ്കാണിമാരായ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ള അവരുടെ സൈനിക ബേസുള്ള ഇതര പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിലുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറാൻ അവരുടെ ആക്രമണ മുന തിരിക്കുമെന്ന കാര്യത്തിൽ അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. നേരത്തെ ഖത്തറിന്റെ 2025 ഖത്തറിൽ ദോഹയിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്തതാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയെ മുഴുവൻ അശാന്തിയിലേക്കും അപകടാവസ്ഥയിലേക്കും നയിക്കുകയായിരിക്കും അമേരിക്കയുടെ ഇറാനിലുള്ള ഇടപെടൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും അന്തർദേശീയ സമൂഹത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതിന് പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. കാരണം നമുക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്, ഇറാനിൽ തന്നെയുമുണ്ട്. മാത്രമല്ല നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ വലിയൊരു ശതമാനം, നമ്മുടെ പ്രവാസികൾ വലിയൊരു ശതമാനം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായും നമ്മുടെ താല്പര്യങ്ങൾക്ക് എല്ലാ തരത്തിലും ഭീഷണി ഉയർത്തുന്നതായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാനിലുള്ള നടപടി. അത്തരമൊരു നടപടികളിലേക്ക്, സൈനിക നടപടികളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് ആശിക്കാനേ നമുക്ക് കഴിയും.